ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഞാനിപ്പോൾ ഉള്ളത് കോടനാടാണ്, അതായത് അച്ഛൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്ക് ഇന്ന് മലയാറ്റൂർ മല കയറാനൊക്കെ പോകണം, അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് കരുതിയത്. അങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുന്നത് മുതലൊന്നും എടുത്തിട്ടൊന്നുമില്ല. ഞാൻ എഴുന്നേറ്റ് ഫ്രഷ് ആയതിനു ശേഷമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരെ കുളിക്കാനായിട്ട് പോയി. അപ്പോൾ എല്ലാവരും റെഡിയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുളി കഴിഞ്ഞ് നേരെ വെല്ലിച്ചൻ്റെ ഒപ്പം പാല് വാങ്ങാനായിട്ട് പോയിട്ടാണ്. അതായത് ഇവിടുന്ന് കുറച്ച് പോകണം പാലൊക്കെ വാങ്ങാനായിട്ട്. അങ്ങനെ ഞാനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടാ. ഇവരെ നാട്ടിൽ ഫുള്ളിങ്ങനെ പാടവും അതുപോലെ തന്നെ റബ്ബർ തോട്ടവും അങ്ങനെ അടിപൊളിയാണ് കേട്ടോ കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഇവരുടെ വീട് വരുന്നത് ആനക്കൂട് കില്ല്, നമ്മുടെ കോടനാട് അവിടെയൊക്കെ അടുത്തായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞാനിവിടെയുള്ള ഒരുമിക്ക സ്ഥലങ്ങളുടെയൊക്കെ വീഡിയോസൊക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോയത് ഇതിലാണെങ്കിലും നമ്മൾ വന്നത് ആ ആനക്കൂടിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്തേക്ക് കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാടിനൊക്കെ അപ്പുറമായിട്ടാണ് ആനക്കൂടിൻ്റെയൊക്കെ ആ ഒരു ഇത്, അതായത് ഈ ഒരു വഴി കൂടിയൊക്കെ പോകുമ്പോഴാണ് ചെല്ലുന്നതാണ്. ആനക്കൂടിൻ്റെയൊക്കെ ആ ഒരു വഴിയാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തിയപ്പോഴൊക്കെ എല്ലാവരും റെഡി ആവാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും റെഡി ആവാനായിട്ട് നിന്നിട്ടാ. അപ്പം അമ്മേനെ തള്ളിമാറ്റി അങ്ങനെ റെഡിയായി ജസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കുന്നതാണ്. ഇപ്പോഴാണെങ്കിൽ എൻ്റെ വീട്ടിലെല്ലാവർക്കും അറിയാട്ടാ, വീഡിയോസൊക്കെ ഞാനിങ്ങനെ എടുക്കും, അത് യൂട്യൂബിൽ ഇടാറുണ്ട് എന്നൊക്കെ അതുപോലെ തന്നെ കാണാറുണ്ട് കേട്ടോ. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഒരുമിക്കവർക്കൊന്നും അറിയില്ല, ജസ്റ്റ് ഫോണും കൊണ്ട് വരും, ഫോട്ടോ എടുക്കുക എന്നുള്ള അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു, അവർക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും അറിയാം യൂട്യൂബിൽ വീഡിയോ ഇടാനാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഇപ്പോൾ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കാനും ഇടാനൊക്കെ ആയിട്ട്. ഇപ്പോൾ നമ്മുടെ ഇടയിലും പോകുമ്പോൾ വീഡിയോ ഇടുന്നില്ലേന്ന് അച്ഛനാണെങ്കിൽ എല്ലാവരും അങ്ങനെ ചോദിക്കാനൊക്കെ തുടങ്ങി. അത് തന്നെ വലിയൊരു കാര്യമല്ലേ. പിന്നെ അതുപോലെ തന്നെ വെല്ലിച്ചനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീഡിയോസൊക്കെ എടുക്കാനൊക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ എടുക്കാൻ ഇഷ്ടമാണ്, പക്ഷെ അവർ പറയുന്ന ഒരു പോസിലൊക്കെ നിന്നൊക്കെ എടുക്കണമെന്ന് മാത്രം. അങ്ങനെ നമ്മൾ നേരെ രാവിലെ ചായയൊക്കെ കുടിച്ച് നേരെ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ ജീപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ജീപ്പിനാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ നേരെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മലയാറ്റൂർ എത്തി. ഇവർ വീട്ടിൽ നിന്ന് കുറച്ചുള്ള കേട്ടോ മലയാറ്റൂർക്ക്. അങ്ങനെ നമ്മൾ വന്ന് ഇവിടെ താഴത്ത് തിരിയെത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മേളിലേക്ക് ഇങ്ങനെ കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴത്തൊക്കെ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മല കയറാനായിട്ട് തുടങ്ങി. കയറുന്നതിന് മുന്നേയിട്ട് നമ്മൾ കൊണ്ടുവന്ന വെള്ളവും അതുപോലെ നമ്മൾ ചിപ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ചിപ്സൊന്നും കഴിച്ചില്ല, പക്ഷെ നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. വെള്ളം നമുക്ക് അവിടെ പോണ വഴിക്ക് നമ്മൾ നടന്ന് പോകുമ്പോൾ ഓരോ സ്ഥലത്തിന് വെച്ചിട്ടുണ്ട്, നമ്മൾ കയ്യിൽ കരുതിയതായിരുന്നു. അങ്ങനെ മല കയറി കുറച്ച് കയറി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായി. അതായത് ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല, എനിക്ക് ചുമ ഉണ്ടായിരുന്നു. ചുമയും പനിയും മാറിയ ആ ഒരു ടൈമിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ ചുമ എനിക്ക് നൈറ്റ് ഉണ്ടായിട്ട് പിറ്റേ ദിവസം നമ്മൾ എണീറ്റ് ഇങ്ങനെ മല കയറാൻ പോയപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. കയറാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പക്ഷേ ഞാനാണ് ഫസ്റ്റ് ഇറങ്ങിയത്. അതായത് ഇറങ്ങുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ മലയൊക്കെ അടിപൊളിയായിട്ട് കയറി ഇറങ്ങി. അതുപോലെ തന്നെ നമ്മൾ കയറ്റത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാനൊക്കെ ഇങ്ങനെ, അതായത് പാറകളാണല്ലോ, നമ്മൾ ഇപ്പം ഈ ഇരുന്നിട്ടൊക്കെ എണ്ണിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് മെയിനായിട്ട് വേറൊന്നുമല്ല, മെയിനായിട്ട് നമ്മുടെ അച്ചാച്ചൻ വന്നിട്ടുണ്ടായിരുന്നു കൂടെ. അപ്പം അച്ചാച്ചനെ കയറുന്നതിന് ഇടയ്ക്കിടയ്ക്ക് അണപ്പ് വരുമ്പോൾ ഇങ്ങനെ ഇരുന്നിരുന്നേ കയറാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ നമ്മൾ പയ്യെ ഇരുന്നിട്ടാണ് ഇപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചേച്ചിക്കൊക്കെ അടിപൊളിയായിട്ടൊക്കെ കയറാൻ പറ്റി. അതുകൊണ്ട് അവർ ഒരു ചേച്ചി അച്ഛനൊക്കെ ഒരു സെറ്റ് മേളിലെത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ പയ്യെ കയറിയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ 14 ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ 14 ഭാഗം ഇങ്ങനെ തിരിയൊക്കെ കത്തിച്ചാണ് അമ്മയും വല്യമ്മയൊക്കെ വന്നിരുന്നത്. അങ്ങനെ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് പിന്നെ ഇപ്പുറത്തായിട്ട് അവിടെ ആനകുത്തിയ പള്ളി അതൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ഇപ്പുറമായിട്ട് അടിപൊളി വ്യൂ ആണ് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ അവിടെ ഇങ്ങനെ കയറൊക്കെ കെട്ടിയേക്കുന്നതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ഒന്നും പോകാൻ പാടില്ല, അതായത് അപകട മേഖല ഉള്ള ഭാഗങ്ങളൊക്കെ ആയിരിക്കുള്ളൂ അങ്ങനെ കയറുകൾ കെട്ടിയേക്കുന്നത്. അപ്പോൾ അങ്ങോട്ടൊക്കെ ഒന്നും പോകാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അവിടെ നിന്ന് നോക്കിയാൽ ഫുള്ള് കാണാം, അടിപൊളി വ്യൂ ആണ് ഗൈസ്. അവിടെ മേളിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. അമ്മയൊക്കെ ഒരുപാട് ആഗ്രഹിച്ചാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അച്ചാച്ചനും ചേട്ടനും വല്യമ്മയൊക്കെ പോവാറുണ്ട്, അവരുടെ അടുത്തായതുകൊണ്ട് തന്നെ അവരെപ്പോഴും പോവാറൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് കയറിയത്. അങ്ങനെ നമ്മൾ കയറി പ്രാർത്ഥിച്ച് പള്ളിയിലും കയറി പ്രാർത്ഥിച്ച് പിന്നെ നമ്മൾ മുത്തപ്പൻ്റെ കാൽപാദം കാണാം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ ഒരു പാറയിലൊക്കെ ഇട്ട് കുറച്ച് നേരം ഇരുന്ന് വിശ്രമിച്ച് നമ്മൾ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം അവിടെ താഴത്തായിട്ട് ഇങ്ങനെ ഇറങ്ങാനൊരു ഇതുണ്ട് കേട്ടോ.
കേട്ടോ. അവിടെ ഇറങ്ങിയിട്ട് കിണറ്റിൽ നിന്ന് നമ്മൾ വെള്ളമൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ വീഡിയോസ് എടുത്തത് വേറെ ഒന്നല്ല, അച്ഛനൊക്കെ നടന്ന് തന്നെ വീഡിയോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതൊക്കെ എടുത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് വേറെ ഒന്നല്ല, ഞാനാണ് ഏറ്റവും ഫസ്റ്റ് എത്തിയെന്നാണ് കേട്ടോ ആ ഒരു വീഡിയോയിൽ പറയുന്നത്. കാരണം കയറാനായിട്ട് ഞാൻ ഒരുമാതിരി ലാസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇവരെല്ലാവരും ഫസ്റ്റ് കയറിപ്പോയി. പക്ഷേ ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ ഫസ്റ്റ് എത്തി. എന്നിട്ട് ഞാൻ താഴത്ത് വന്നിട്ട് ഇവരെ വിളിച്ച് കളിയാക്കണേരുന്നിട്ടാ. അതായത് ഞാൻ ഫസ്റ്റ് എത്തി എന്നൊക്കെ പറഞ്ഞ് ഞാൻ എത്തി ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും വന്നത്. ഞാനതായത് ഓടിയാണ് ഏകദേശം വന്നത്. പക്ഷെ എത്ര ഓടി വന്നിട്ടും ഞാൻ അണക്കണോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നേരെ താഴത്തെത്തി. പിന്നെ അടുത്തുനിന്ന് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടാണ്. അപ്പം ഞങ്ങളുടെ ഐസ്ക്രീം ഞങ്ങൾ കഴിച്ചു. പിന്നെ ചേട്ടന്മാർക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരാൾ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഒരാൾ വീട്ടിൽ തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഇളയ ചേട്ടൻ നമ്മൾ വന്നപ്പോഴേക്കും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഉണ്ട പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ചായയൊക്കെ കുടിച്ച് നേരെ ചേട്ടൻ്റെ ഒപ്പം പുറത്തു പോകാനായിട്ട് നിന്നു. ഇവിടെ അച്ഛനും ഇളയ ചേട്ടനും അതുപോലെ തന്നെ വലിയ ചേട്ടനൊക്കെ അവിടെ ചീട്ടുകളിയിലാണ്. ഞാനും ചേച്ചിയും മൂത്ത ചേട്ടനും കൂടി ജസ്റ്റ് ഒന്ന് പുറത്തു പോകണമായിരുന്നു, കറിക്കൊക്കെ വാങ്ങണമായിരുന്നു. അതായത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് കറിക്കൊക്കെ വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടനാണെങ്കിൽ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ കയറണമായിരുന്നു. ഈ ഒരു ഷോപ്പിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാവേ. അങ്ങനെ നമ്മൾ കറിക്കൊക്കെ വാങ്ങി ഷോപ്പിലും കയറി നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നൈറ്റ് വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അന്ന് പിറ്റേ ദിവസം വെളുപ്പിനെ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ ഇരട്ടി പണിയായിരുന്നു. കാരണം നമ്മൾ പോണതിൻ്റെ തലേ ദിവസം നമുക്ക് ഒരുപാട് വർക്കുകൾ ഉണ്ടായിരുന്നു. വർക്കുകളുടെ സാധനങ്ങളെല്ലാം ഞാൻ ഒരു മുറിയിൽ ഫുൾ അങ്ങനെ തന്നെ ഇട്ടുകൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ വന്ന് പ്ലാസ്റ്റിക് സെപ്പറേറ്റ് ആക്കി പേപ്പറൊക്കെ സെപ്പറേറ്റ് ആക്കി എല്ലാം ക്ലീൻ ചെയ്തൊക്കെ സെറ്റ് ചെയ്തൊക്കെ വെച്ച് പിന്നെ ഞാൻ വന്നപ്പോഴേക്കും 2 കൊറിയറൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോസൊക്കെ ഞാൻ നെക്സ്റ്റ് ദിവസം ഇടാവേ. അതുപോലെ തന്നെ ഒരുപാട് വീഡിയോ വരാനുണ്ട്. നമ്മുടെ വർക്ക് പ്ലേസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും എല്ലാം വരാനുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എഴുതുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാവേ. ബൈ ബൈ.